സോ ഗൈസ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈ ഒരു വീഡിയോയിൽ നമ്മൾ AWSൻ്റെ IAM എന്ന് പറയുന്ന സർവീസിൻ്റെ ഗ്രൂപ്പ്സും റോൾസും എന്തെന്നായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് രണ്ടും എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എല്ലാം ഒരു ഡെമോ കാണിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസേഴ്സും പെർമിഷൻസും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ കാണിച്ചു തന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലേ? സോ നിങ്ങൾക്ക് യൂസേഴ്സും പെർമിഷൻസും എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക, കാരണം ഇത് രണ്ടും റിലേറ്റഡ് ആണ്. സോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക. ഈ യൂസേഴ്സും പെർമിഷൻസും അറിയാമെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് IT ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നെറ്റ്വർക്കിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ലിനക്സ്, സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മളിപ്പോൾ യൂസർ എക്ക് EC2 ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തു, യൂസർ ബിക്ക് S3 ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തു. സോ യൂസർ ബിക്ക് EC2 ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ യൂസർ എക്ക് S3 ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ രണ്ട് യൂസേഴ്സിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സർവീസിനോട്ട് ആക്സസ് കൊടുക്കണമെന്ന് വെച്ചോളൂ. എന്ന് വെച്ചാൽ യൂസർ എക്കും യൂസർ ബിക്കും ലാംഡ എന്ന് പറയുന്ന ഒരു സർവീസിലേക്ക് ഒരുമിച്ച് ആക്സസ് കൊടുക്കണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ആദ്യം നമ്മൾ യൂസർ എയുടെ കോൺഫിഗറേഷനകത്ത് കയറിയിട്ട് ഈ ലാംഡ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് യൂസർ ബിയുടെ കോൺഫിഗറേഷനകത്ത് കയറിയിട്ട് യൂസർ ബിക്ക് ലാംഡ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ പറഞ്ഞു കൊടുക്കും അല്ലേ? ഇപ്പോൾ ഈ രണ്ട് യൂസർ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് വലിയ കാര്യമില്ല. പക്ഷേ നമുക്കൊരു 10 യൂസർ 50 യൂസർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 50 പേരുടെ യൂസർ കോൺഫിഗറേഷനകത്ത് കയറി പെർമിഷൻ മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ചെയ്യാതെ തന്നെ വേറൊരു ടെക്നിക്കുണ്ട്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് യൂസർ എയും യൂസർ ബിയെയും ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പിന് ലാംഡ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പിന് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനും ഈ ഗ്രൂപ്പിന് അസൈൻ ചെയ്തിരിക്കുന്ന പെർമിഷൻ കിട്ടുന്നതായിരിക്കും. അതായത് ഈ ഗ്രൂപ്പിനകത്തുള്ള യൂസർ എക്കും യൂസർ ബിക്കും ഈ ഗ്രൂപ്പിൽ അസൈൻ ചെയ്തിട്ടുള്ള ലാംഡ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് യൂസർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് യൂസർ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കുക, ലാംഡ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിനകത്ത് ഏതൊക്കെ യൂസേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് യൂസർ എക്കും യൂസർ ബിക്കും ലാംഡ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കണം അല്ലേ? സോ ഞാൻ ഇവർ രണ്ടുപേരെയും സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പെർമിഷൻ പോളിസീസിനകത്ത് ഇവിടെ ലാംഡ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ AWS ലാംഡ ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഒരു പെർമിഷൻ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് യൂസർ ഗ്രൂപ്പ് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാംഡ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് യൂസർ എയും യൂസർ ബിയെയും ആഡ് ചെയ്തു. എന്നിട്ട് ഈ യൂസേഴ്സിന് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പെർമിഷൻ പറഞ്ഞു കൊടുക്കാതെ ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ പെർമിഷൻ പറഞ്ഞു കൊടുത്തു. അതായത് ലാംഡ ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഒരു പോളിസി അറ്റാച്ച് ചെയ്ത് ഈ യൂസേഴ്സിന് ഗ്രൂപ്പ് വഴി പെർമിഷൻ കൊടുത്തു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. നമുക്ക് രണ്ട് യൂസേഴ്സായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് യൂസർ എ ആയിട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് ലാംഡ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇവിടെ ലാംഡയുടെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ലാംഡ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് ലാംഡ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂസർ എയിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് യൂസർ ബി ആയിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ യൂസർ ബി ആയിട്ട് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് ലാംഡ ഒന്നുകൂടെ എടുത്ത് നോക്കാം. നേരത്തെ നമുക്ക് പെർമിഷൻ എററാണ് കാണിച്ചതല്ലേ? ഇപ്പോൾ പെർമിഷൻ എറർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ AWS ലാംഡ എന്ന് പറയുന്ന സർവീസിൻ്റെ ഡാഷ്ബോർഡിലാണ്. സോ നമുക്കിപ്പോൾ പെർമിഷൻ എറർ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. സോ ഈ ലാംഡ എന്ന് പറയുന്ന സർവീസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, സോ തൽക്കാലം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പഴയ റൂട്ട് യൂസർ അക്കൗണ്ടിലേക്ക് വരാം. സോ ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ കവർ ചെയ്തു: യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, അതുപോലെ പോളിസീസ്, പെർമിഷൻ പോളിസീസ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമുക്ക് റോളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോൾ എന്ന് പറയുന്ന AWS പഠിക്കുന്ന സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന സംഭവമാണ്. പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ
സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ റോൾസ് എന്ന് പറയുന്നത് യൂസറിനെ പോലെ തന്നെ ഓരോ ഐഡൻറ്റിറ്റീസാണ്. പക്ഷേ യൂസറിന് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആക്സസ് കീസ് ഉണ്ടാവും. പക്ഷേ റോളിൻ്റെ കേസിൽ അതിന് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ക്രെഡൻഷ്യൽസ് ഒന്നുമില്ല. പക്ഷേ ഈ റോളിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് ഈ റോളിനുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഈ റോളിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു റോളിനെ അസ്യൂം ചെയ്യുന്നു. ഈ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ യൂസേഴ്സ് ആവാം, അല്ലെങ്കിൽ AWSനകത്തുള്ള സർവീസസും ആവാം. അപ്പോൾ നമ്മൾ ഈ ഒരു റോൾ അസ്യൂം ചെയ്തിട്ട് ഈ റോളിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. സോ നമ്മൾ ഈ റോൾ ടെമ്പററി അസ്യൂം ചെയ്യുന്ന സമയത്ത് ഈ റോളിനുള്ള പെർമിഷൻ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ റോൾ ഏതൊരു സർവീസിനാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സർവീസിന് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ AWS അക്കൗണ്ടിനകത്ത് ഒരു EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ആ EC2 ഇൻസ്റ്റൻസിനകത്ത് ഒരു വെബ് സെർവർ ഉണ്ട്. ആ വെബ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽസും എല്ലാം കിടക്കുന്നത് ഒരു S3 ബക്കറ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർവീസിനകത്താണ്. സോ നമ്മുടെ EC2 ഇൻസ്റ്റൻസിന് വെബ് സെർവർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ S3 ബക്കറ്റിനകത്തേക്ക് ഡേറ്റ പുട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ നിന്നും ഡേറ്റ ഫെച്ച് ചെയ്യേണ്ടിയും വരും. സോ ബേസിക്കലി EC2 ഇൻസ്റ്റൻസിന് S3 ബക്കറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഡീഫോൾട്ടായിട്ട് നമ്മുടെ EC2 ഇൻസ്റ്റൻസിന് വേറൊരു സർവീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു റോൾ ഉണ്ടാക്കുന്നു. ആ റോളിന് S3 ബക്കറ്റിലേക്ക് ഫയൽസ് പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ S3 ബക്കറ്റിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നമ്മൾ ആ ഒരു റോളിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഈ റോളിനെ നമ്മൾ EC2 ഇൻസ്റ്റൻസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. സോ ബേസിക്കലി ഈ EC2 ഇൻസ്റ്റൻസിന് ഇപ്പോൾ S3യിൽ നിന്നും ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ റോൾസ് വെച്ചിട്ട് ഓരോ യൂസേഴ്സിനും സർവീസസിനും അഡീഷണൽ ആയിട്ടുള്ള പെർമിഷൻസ് അസൈൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റോള് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ IAM എന്ന് പറയുന്ന സർവീസിനകത്തുള്ള മെയിനായിട്ടുള്ള 4 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഓക്കെ, യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, റോൾസ്, അതുപോലെ തന്നെ പെർമിഷൻസ് അല്ലെങ്കിൽ പോളിസീസ്. ഇത് മാത്രമല്ല നമ്മുടെ IAMന് ചെയ്യാൻ പറ്റുന്നത്. IAMനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓതൻറ്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ യൂസേഴ്സിനും മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ യൂസേഴ്സിന് പാസ്വേഡ് എക്സ്പയറി ഡേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ യൂസേഴ്സിന് കൺസോൾ ആക്സസ് മാത്രമല്ല പ്രോഗ്രാമാറ്റിക് ആക്സസും കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ നോക്കുന്നതായിരിക്കും. കാരണം ഓരോ സർവീസസിൻ്റെ കൂടെയും ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ബാക്കി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.